that f of x equal to x raised to 8 plus 3x power 4 minus 1 has at least two distinct zeros. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 8 പ്ലസ് 3x പവർ 4 മൈനസ് 1 പറഞ്ഞ ഫംഗ്ഷന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ പഠിച്ച ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദ ഗിവൺ ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 8 പ്ലസ് 3x raised to 4 മൈനസ് 1. ഇതൊരു പോളിനോമിയലാണ്, കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് എവ്രിവെയർ. ബീയിങ് എ പോളിനോമിയൽ വിച്ച് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. അപ്പോൾ ബൈ ട്രയൽ നമ്മൾ ആദ്യം എഫ് ഓഫ്, അപ്പോൾ ഇതിന് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് -1 തൊട്ട് ഇവാലുവേറ്റ് ചെയ്യാണ്. -1ൻ്റെ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും. 3 ഇൻറ്റു -1 പവർ 4 എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പോൾ എന്ത് കിട്ടും? 1 -1 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. ആൻസർ 3 ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0. അടുത്തത് എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 കൊടുക്കുമ്പോൾ 0 0 -1 കിട്ടും. അപ്പോൾ ലെസ് ദാൻ 0. ഇനി അടുത്ത എഫ് ഓഫ് 1 കണ്ടുപിടിക്കും. എഫ് ഓഫ് 1 എത്ര വരും? ഇതേപോലെ തന്നെ 1 പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ -1ൽ ഗ്രേറ്റർ ദാൻ 0, 0ൽ ലെസ് ദാൻ 0, അടുത്തതിൽ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനിടയിൽ ഒരു 0 ഉണ്ടാവും, അതുപോലെ ഇതിനിടയിൽ ഒരു 0 ഉണ്ടാവും എന്ന് പറയാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ഫങ്ഷൻസ് എടുക്കുക. ആദ്യം എഫ് ഓഫ് -1ഉം എഫ് ഓഫ് 0 എടുക്കുക. Thus f of -1 greater than 0 and f of 0 less than 0 അല്ലേ. ഓൾസോ എഫ് ഓഫ് എക്സ് ബീങ് കണ്ടിന്യൂസ് എവ്രിവെയർ, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. ഈസ് കണ്ടിന്യൂസ് ഇൻ എവറി ഇൻ്റർവെൽ കണ്ടെയ്നിങ് -1 ആൻഡ് 0. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ എവറി ഇൻ്റർവെൽ കണ്ടെയ്നിങ് -1 ആൻഡ് 0. ഹെൻസ് ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം with y not equal to 0, there exists a number c1 between -1 and 0 such that f of c1 equal to 0. ഒരു -1നും 0ക്കും ഇടയിൽ ഒരു c1 ഉണ്ടാവും. സച്ച് ദാറ്റ് എഫ് ഓഫ് c1 എന്താണ്? 0 വരില്ല. അപ്പോൾ നമുക്ക് ഒരു 0 കിട്ടി. നമുക്ക് ഈ ഇൻ്റർവെല്ലിനിടയിൽ ഈ -1നും 0ക്കും ഇടയിൽ ഒരു 0 നമുക്ക് കിട്ടി. ഇനി അടുത്ത 0 കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം വി ഹാവ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 0. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾസോ എഫ് ഓഫ് എക്സ് ബീങ് കണ്ടിന്യൂസ് എവ്രിവെയർ, ഈസ് കണ്ടിന്യൂസ് ഇൻ എവറി ഇൻ്റർവെൽ കണ്ടെയ്നിങ് 0 ആൻഡ് 1. ഹെൻസ് ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് y not equal to 0, there is a number c2 between 0 and 1, c2 between 0 and 1 such that f of c2 equal to 0. അപ്പോൾ c1ഉം c2ഉം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ രണ്ട് സീറോസ് ആണ്. അപ്പോൾ കുറഞ്ഞത് രണ്ട് സീറോസ് ഉണ്ടെന്ന് കിട്ടി. പിന്നെ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സീറോസ് ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദസ് എഫ് ഓഫ് എക്സ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, കാരണം ഒന്ന് -1 0ക്ക് ഇടയിലാണ്, അടുത്തത് 0ക്കും 1നും ഇടയിലാണ്. 2 distinct zeros, namely c1 and c2.
ഇത്രയേ ഉള്ളൂ പ്രോബ്ലം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 3,5 and that f of x not equal to 4 for all x in closed interval 3,5. If f of 3 equal to 3, show that f of 5 less than 4. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടില്ല, അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3,5. അതുപോലെ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4 ആണ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 3,5 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗിവൺ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 3,5 ആൻഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4 for all x in closed interval 3,5. Then by second version of intermediate value theorem, നമ്മൾ സെക്കൻഡ് വേർഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആവില്ല എന്നാണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് 4 ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 3 അതുപോലെ എഫ് ഓഫ് 5 4-നേക്കാൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും 4-നേക്കാൾ വലുതായിരിക്കാം അല്ലേ. ദെൻ ബൈ സെക്കൻഡ് വേർഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എയ്തർ ബോത്ത് എഫ് ഓഫ് 3 ആൻഡ് എഫ് ഓഫ് 5 ലെസ് ദാൻ 4 or both f of അല്ലെങ്കിൽ both of them are greater than 4 അല്ലെങ്കിൽ both are greater than 4. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് 3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 4 ആണ് അല്ലേ. സിൻസ് എഫ് ഓഫ് 3 ഈക്വൽ ടു 3 വിച്ച് ഈസ് ലെസ് ദാൻ 4, നമുക്ക് എന്താ പറയാം, എഫ് ഓഫ് 3 ലെസ് ദാൻ 4 ആണെങ്കിൽ എഫ് ഓഫ് 5 എന്ത് വരും, ലെസ് ദാൻ 4 വരും. നമുക്ക് പറയാം എഫ് ഓഫ് 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 0ൻ്റെ കേസിൽ നമ്മൾ സെക്കൻഡ് വേർഷൻ പഠിച്ച സമയത്ത് 0 വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ഒരു നമ്പർ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സിക്ക് പകരം നമ്മുടെ കോൺസ്റ്റൻറ്റ് ഇവിടെ 4 ആണ്. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ലെസ് ദാൻ സി ആയിരിക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കാം. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട് നമ്മൾ ആ എക്കും ബിക്കും ഇടയിലുള്ള സി എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ടു ഫൈൻഡ് ദ നമ്പർ സി സാറ്റിസ്ഫൈങ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആൻഡ് എഫ് ഓഫ് സി ഈക്വൽ ടു വൈ നോട്ട് ബട്ട് ബിയർലി ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ്. അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിലും അതിനടുത്തുള്ള ഒരു വാല്യൂ വരെ നമുക്ക് കിട്ടും. Nevertheless, by repeatedly dividing an interval into 2 or more parts and evaluating f of x at the dividing points, we can solve the equation f of x not equal to c as accurately as we wish. This method is known as the method of bisection. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെലിനിടയിലാണ് നമ്മുടെ സി എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. അപ്പോൾ ആ സി നമുക്ക് അറിയില്ല കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ ഇതിനിടയിലുള്ള വാല്യൂസ് വെച്ച് നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇപ്പോൾ രണ്ട് വാല്യൂവിൽ എഫ് ഓഫ് 1 അതുപോലെ എഫ് ഓഫ് 2 അങ്ങനെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കാം. ഒന്ന് ലെസ് ദാനും ഒന്ന് ഗ്രേറ്റർ ദാനും 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനിടയിൽ ഒരു സി ഉണ്ടെന്ന് പറയും അല്ലേ. അപ്പോൾ അതിനിടയിൽ ഉള്ള സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഇൻ്റർവെല്ലിന് എന്ത് ചെയ്യും, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് എടുക്കും. അപ്പോൾ 2 ഇൻ്റർവെലായിട്ട് കിട്ടും. എന്നിട്ട് ആ 2 ഇൻ്റർവെല്ലിൽ ഏതിലാണ് ഫംഗ്ഷൻ വരിക എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഇൻ്റർവെല്ലിൽ നമ്മളെടുക്കും. അതിനുശേഷം പിന്നെ ആ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യും. ഇതുപോലെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് കിട്ടും. ജസ്റ്റ് ചെറിയ ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ വ്യത്യാസം വരും, അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറയുക. പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് പവർ 5 മൈനസ് എക്സ് ഈക്വൽ ടു 3 ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0 to within an accuracy of 0.1 by bisection method. That is by repeatedly dividing intervals in half and testing each half for a root. അപ്പോൾ ഓരോന്ന് ഒരു ബൈസെക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ we have to find the solution of the equation x power 5 minus x equal to 3. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. x power 5 minus x minus 3 equal to 0. അല്ലേ? In other words, we are looking for a zero of the function f of x equal to x power 5 minus x minus 3. അപ്പോൾ ഇതിൻ്റെ സീറോയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബൈ ട്രയൽ we have f of 1 കണ്ടുപിടിക്കുക. f of 1 എന്ന് പറയുന്നത് 1 minus 1 minus 3. 1 minus 1 minus 3 എന്ന് പറയുമ്പോൾ -3 വരും. അടുത്തത് f of 2. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 0 2ലാണ്. അപ്പോൾ അതിലുള്ളൊരു വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. f of 2 എന്ന് പറയുന്നത് എന്തൊരു 32 minus 2 minus 3. അതെന്തായാലും പോസിറ്റീവാണ്. നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടിയില്ലെങ്കിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതിയാൽ മതി. ഇവിടെ 27 വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് 1 ലെസ് ദാൻ 0 ആൻഡ് എഫ് ഓഫ് 2 ഗ്രേറ്റർ ദാൻ 0. അപ്പം 1നും 2നും ഇടയിൽ ഒരു റൂട്ട് ഉണ്ടെന്ന് നമുക്ക് കിട്ടും, അല്ലേ? ഓൾസോ എഫ് ഓഫ് എക്സ് ബീങ് എ പോളിനോമിയൽ is continuous everywhere and hence in every interval containing 1 and 2. Hence by intermediate value theorem with the y not equal to 0 there exists a number c between 1 and 2 such that f of c equal to just c raised to 5 minus c minus 3 equal to 0. അപ്പോൾ നമുക്കിപ്പോൾ 1 2 എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെൽ അതിനുള്ളിലായിരിക്കും ഉണ്ടാവും, 1നും 2നും ഇടയിലായിരിക്കും ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഇൻ്റർവെല്ലിനെ എന്ത് ചെയ്യുക, ഇനി സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം, കറക്റ്റ് പോയിൻ്റ് കിട്ടണമല്ലോ. അപ്പോൾ നൗ ബൈസെക്ട് ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 2 ഇൻറ്റു ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് 2 ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യാം. 1 തൊട്ട് 1.5 വരെ ആൻഡ് 1.5 തൊട്ട് 2 വരെ, ഇങ്ങനെ 2 ഇൻ്റർവെൽ നമ്മളെടുത്തു. ഇനി നമ്മൾ ഇപ്പോൾ ഇതിനിടയിലുള്ള സെൻറ്റർ പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. എഫ് ഓഫ് 1.5 ചെക്ക് ചെയ്യാം. 1.5 പവർ 5 മൈനസ് 1.5 മൈനസ് 3 എത്ര വരും? അത് ഏകദേശം 3.0935 വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0, അല്ലേ? അപ്പോൾ 1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ 0യും 1.5 ഗ്രേറ്റർ ദാൻ 0, 2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 1നും 1.5നും ഇടയിൽ ഒരു 0 ഉണ്ടെന്ന് പറയാം. 1ൻ്റെ ഫംഗ്ഷൻ വാല്യൂ ലെസ് ദാൻ 0, ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോൾ നമുക്കിനി ഈ ഇൻ്റർവെൽ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അഗെയിൻ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം the root c lies between 1 and 1.5. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 ലെസ് ദാൻ 0 ആൻഡ് എഫ് ഓഫ് 1.5 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിനിടയിലാണ് ഇനി അടുത്ത റൂട്ടുകൾ. അപ്പോൾ അഗെയിൻ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം the root c lies between 1 and 1.5. പിന്നെ ഇത് ചെയ്യാം, 1.5 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ എടുത്താൽ മതി, ഈ ഇൻ്റർവെൽ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഇതിന് പിന്നെ ബൈസെക്റ്റ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ബൈസെക്റ്റ് ദ ഇൻ്റർവെൽ 1,1.5. അത് ബൈസെക്റ്റ് ചെയ്ത് എങ്ങനെ വരും? 1ഉം 1.5ഉം ബൈസെക്റ്റ് ചെയ്യാണ്. 1.1ഉം 1.25 ആയിട്ട് വരും. അടുത്തത് 1.25ഉം
1.5. Again bisect the interval, closed interval 1, 1.5 into 1, 1.25 and 1.25, 1.5. ഇനി 1.25 ഫംഗ്ഷൻ വാല്യൂ നോക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25 all power 5 minus 1.25 minus 3. എൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് -1.1982 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 1.25 വാല്യൂ ലെസ് ദാൻ 0യും അപ്പോൾ 1 വാല്യൂ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവെൽ എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഇൻ്റർവെൽ രണ്ടും ലെസ് ദാൻ 0 വരും. ഇനി 1.5 എഫ് ഓഫ് 1.5 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇനി ഈ ഇൻ്റർവെല്ലായിരിക്കും ഉണ്ടാവുക. 1.25 ഫംഗ്ഷൻ വാല്യൂ ലെസ് ദാൻ 0യും 1.5 ഗ്രേറ്റർ ദാൻ 0യും വരുന്നതുകൊണ്ട് again by intermediate value theorem the root C lies between 1.25 and 1.5. ഇനി നമ്മളിതിനെ ബൈസെക്റ്റ് ചെയ്യാം. again bisect the interval. നമുക്കിവിടെ എറർ എത്ര തന്നിട്ടുണ്ട്? ഇവിടെ നമ്മുടെ ആക്യുറസി തന്നിട്ടുണ്ട് 0.1 അല്ലേ, 0.1 വരെ തന്നിട്ടുണ്ട്. 0.1 വരെ ആക്യുറേറ്റ് ആവാം, അത്രയും എറർ വരാം ആക്ച്വൽ വാല്യൂ ആയിട്ട് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ എന്ത് ചെയ്യാം? അഗെയിൻ ബൈസെക്ട് ദ ഇൻ്റർവൽ 1.25, 1.5 ഇൻറ്റു 1.25, 1.375 and 1.375, 1.5 sorry 1.5. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? എഫ് ഓഫ് 1.375 കണ്ടുപിടിക്കുക. 1.375 all power 5 minus 1.375 minus 3. അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5399 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. 1.25 ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ 0യും 1.375 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെയാണെങ്കിലോ ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലല്ല, ഈ ഇൻ്റർവെല്ലാണ് ഉണ്ടാവുക അല്ല. ഹെൻസ് ബൈ intermediate value theorem the root C lies between 1.25 and 1.375. ഇത് ഗ്രേറ്റർ ദാൻ 0, ഇതിലെ ഫംഗ്ഷൻ വാല്യൂ ലെസ് ദാൻ 0 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഇൻ്റർവെല്ലാണ് ഉണ്ടാവുക. ഇപ്പോൾ 1.25 1.375 ഇടയിലാണ് ഉണ്ടാവുക. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കുക. 1.25 1.375 ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ 0.125 ഒക്കെ വരും. അപ്പോൾ ഇതിനിടയിലായതുകൊണ്ട് നമുക്കൊരു വാല്യൂ ഒന്ന് ചൂസ് ചെയ്യാം. സി എന്ന് പറയുന്നത് 1.3. ആക്യുറസി എത്രയാണ് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സിൻസ് വി നീഡ് the root of the equation to within an accuracy of 0.1 വരെ വരാം. അതുകൊണ്ട് നമ്മൾ we can take 1.3 C ആയിട്ട് എടുക്കാം. we can take C equal to 1.3 എടുക്കും. ഇത് ഏകദേശം പോയിൻ്റ് ഡിഫറൻസ്, ഇത് തമ്മിൽ പോയിൻ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിലുള്ള ഏത് നമ്പർ എടുത്താലും നമുക്ക് 0.1 താഴെ എന്ത് വരുള്ളൂ? ആക്യുറസി വരുള്ളൂ അല്ല. 0.1 താഴെ വരുള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് 1.3. ഇതിനിടയിലുള്ളൊരു വാല്യൂ ഞാൻ ചൂസ് ചെയ്തു 1.3. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? റൂട്ട് കണ്ടുപിടിക്കുക.